അടുപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? സൂപ്പർ. അതെ, ഞങ്ങൾ എല്ലാരും കൂടി അനിയത്തിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടാ, അരയങ്കാവ് ഗരുഡൻ തൂക്കം കാണാനായിട്ട്. ഇപ്രാവശ്യം അവളുടെ വീട്ടിൽ നിന്ന് ഒരു തൂക്കം നേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ഗരുഡൻ തൂക്കം കണ്ടിട്ടില്ല. ഞങ്ങൾ 2 വണ്ടിക്കാണ് കേട്ടാ പോയത്. അമ്മായിയും ദീപച്ചേച്ചിയും ബീച്ചേട്ടനും എല്ലാരും ഉണ്ടായി. ഞങ്ങൾ കുറെ നാൾക്ക് ശേഷമാണ് കേട്ടാ കണ്ടുമുട്ടണത്. അമ്മായി ഇതാരൊക്കെയാണ് പട്ടുപാവാട കണ്ടിട്ട് കൊറേയായി. അയ്യോ, ചായ വട കടയിൽ പോവാ. നമ്മളങ്ങനെ അരയങ്കാവ് അമ്പലത്തിലെത്തി സിസ്റ്ററിന്റെ വീട്ടിൽ പോയി ചായ കുടിച്ച് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. തൊഴാൻ വന്നതാ. ഇനി അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും, നമുക്കിനി വരാൻ പറ്റാം, അത്രയും ജനങ്ങളായിരിക്കുന്ന പറയണത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വേഗം തൊഴുതിട്ട് ഒന്ന് കറങ്ങിയടിച്ചിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോകും. അങ്ങനെ ചെറിയ ചായയും വടയും കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലപ്പറമ്പിലേക്ക് പോയി. വളരെ പ്രസിദ്ധമാണ് അരയങ്കാവ് ക്ഷേത്രം. ഗരുഡൻ തൂക്കത്തിന് വളരെ പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കം നടക്കുന്നതും ഈ ക്ഷേത്രത്തിലാണ്. ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, ദാരികാവധത്തിന് ശേഷം ദേഷ്യമടങ്ങാത്ത ഭദ്രകാളിയുടെ ദേഷ്യം ശമിപ്പിക്കാൻ മഹാവിഷ്ണു ഗരുഡനെ അയച്ചു എന്നതാണ് വിശ്വാസം. അങ്ങനെ രക്തദാഹിയായ ഭദ്രകാളിയുടെ മുന്നിൽ ഗരുഡൻ വന്ന് നൃത്തം ചെയ്യുകയും ഏതാനും തുള്ളി രക്തം ഭദ്രകാളിക്ക് നൽകി ശാന്തയാക്കുകയും ചെയ്തു. ഇതിന്റെ പ്രതീകമായിട്ടാണ് ഇന്നും തൂക്കം നടത്തുന്നത്. ഈ അമ്പലത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അനിയത്തിയുടെ കല്യാണ റിസപ്ഷൻ ഒക്കെ നടന്നത്. നോക്കിയാ ഇവിടെ വലിയ കത്തിയത് ഇതൊക്കെയാണ്. ഇത് കുഞ്ഞു കുട്ടികളുടെ കുഞ്ഞു കമ്മലും നല്ല രസമുണ്ട് കേട്ടോ. മോതിരമൊക്കെ അവര് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ധ്രുവിനെ പരിചയപ്പെടുന്നത്. ധ്രുവാണ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങക്ക് പറഞ്ഞു തന്നത്. ഒരുങ്ങിയിരിക്കണതിനെ കുറിച്ച് 2ാം ക്ലാസ്സിൽ ചിറക് വരും. ചിറക് അതിങ്ങനെ പിന്നെ ഫെദർ ഉണ്ടാവും. ഫെദർ ഉണ്ടാവും. പിന്നെ വേറെ എന്തുണ്ടാവും? ഫെദർ ഉണ്ടാവില്ല, വെറുതെ ഒരു അത് നമ്മൾ അമ്പലത്തിൽ കണ്ട പോലെ ഇരിക്കുവോ? ചെറിയ റെഡ് കളർ അതുണ്ടാവും. ഓ മൈ ഗോഡ്, അത് കൊത്താനൊക്കെ വരുമെന്ന് ചീന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്പോ
അപ്പൊ കൊച്ചി 2 മണിക്കൂറിലായി ഒരുങ്ങിയിരിക്കണം. അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അത് പഠിപ്പിച്ച അരങ്ങേറ്റം കഴിഞ്ഞ അതിനൊരു ക്ലാസ് ഉണ്ട്. ഡാൻസ് പോലെ പഠിക്കും അല്ലേ കുട്ടികൾ. ഇതാണ് ധ്രുവിന്റെ വല്യച്ഛൻ. ഒരുപാട് പ്രാവശ്യം ഗരുഡൻ വേഷം കെട്ടിയ ആളാണ് ധ്രുവിന്റെ വല്യച്ഛൻ. വല്യച്ഛൻ ഈ കല ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട്. ധ്രുവിനെ പഠിപ്പിച്ചതും വല്യച്ഛൻ തന്നെ. ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നല്ലേ ധ്രുവ്? സ്വന്തം ഇഷ്ടപ്രകാരമാണ് കേട്ടാ ധ്രുവ് ഇത് പഠിക്കാൻ ഇറങ്ങിയത്. അരങ്ങേറ്റം കഴിഞ്ഞിട്ടുള്ള ധ്രുവിന്റെ ആദ്യത്തെ പരിപാടിയാണിത്. ധ്രുവിന്റെ ഫാമിലിയുള്ള എല്ലാവർക്കും ഈ ഗരുഡൻ വേഷം കെട്ടുന്നത് ഇഷ്ടമാണ്. ഇന്നത്തെ കാലത്ത് പുതിയ കുട്ടികളൊക്കെ ഇതിന് താല്പര്യം കാണിക്കാറില്ലല്ലോ. ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടാ ഒരുങ്ങുന്നത്. അമ്മായി പറയുകയാണ്. ധ്രുവിന്റെ വല്യച്ഛൻ ഒരുങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ അത്താഴം കഴിക്കാൻ പോയി. ആദ്യമായിട്ടാണ് കേട്ടോ രാത്രി ഞങ്ങളൊരു സദ്യ കഴിക്കുന്നത്. ഫുഡ് കഴിക്കാൻ വന്നേട്ടാ. ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സദ്യ അത് കഴിക്കാൻ വേണ്ടി പോകും. ചേട്ടനൊക്കെ കൈ വാഷ് ചെയ്യാൻ പോയിരിക്കും. നിറഞ്ഞ് അതൊന്ന് നന്നായി. ചീനുവിന് ഇങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാലോ. അത്താഴം കഴിഞ്ഞ് വന്നപ്പോൾ അവർ ഒരുക്കത്തിന്റെ ഫൈനൽ സ്റ്റേജിലോട്ട് കടന്നിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ചുവപ്പ് ഉടുപ്പിലും കൈകളിൽ ചിറകും വെച്ചതിന് ശേഷം കാണാൻ. ഇത് കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടം തന്നെ ആയാനെ. അടിപൊളി, സൂപ്പർ. ലാസ്റ്റ് ചുണ്ടും കിരീടവും വെച്ചവർ കളത്തിലേക്ക് ഇറങ്ങി. എന്ത് രസായിരുന്നോ ഇത് അവിടെ ഇരുന്ന് കാണാനായിട്ട്. മേളവും അതിനൊത്ത് അവരുടെ ചുവടുകളും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ആളുകൾ ഗരുഡന്റെ ചുണ്ടിൽ ദക്ഷിണ വെച്ച് കൊടുക്കുകയും ഗരുഡൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും.
ആളുകൾ ദക്ഷിണ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതെ ഗരുഡൻ അവരെ പറ്റിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ദക്ഷിണ സ്വീകരിച്ച് അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ടായിരുന്നു. ചില ആളുകൾ ഇതുപോലെ തന്നെ ഗരുഡനെയും പറ്റിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ധ്രുവിന്റെ കിരീടം അഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് അകത്ത് പോയി താൽക്കാലികമായി ശരിയാക്കി വീണ്ടും കളിക്കുന്നുണ്ടായിരുന്നു. ഇത് പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ ചട്ടപ്രകാരം വല്യച്ഛന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഴിഞ്ഞു പോകുന്നത് കൊണ്ട് ധ്രുവിന് വിചാരിച്ച പോലെ കളിക്കാനേ സാധിക്കില്ല. അത് കാരണം ധ്രുവും ധ്രുവിന്റെ അച്ഛനും അമ്മയും വളരെയധികം സങ്കടപ്പെട്ടു. വീട്ടിലെ ആട്ടം കഴിഞ്ഞപ്പോൾ വല്യച്ഛൻ ധ്രുവിനെ സമാധാനിപ്പിച്ച് കിരീടം ഫിക്സ് ചെയ്ത് കൊടുത്തു. പല പല പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് ഗരുഡന്മാർ അമ്പലത്തിലെത്തി. ബാക്കി പ്രോഗ്രാം അവിടെയാണ് നടക്കുന്നത്. രാവിലെ 7 മണി വരെ പരിപാടികളുണ്ട്. ഇതിനിടയിൽ വെച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വഴിയിൽ വെച്ച് ഒരുപാട് ഗരുഡന്മാരെ കണ്ടു. നമ്മള് വീടെത്തി. ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. നമ്മളിപ്പോ എത്ര മണി 1 മണി ആവാറായി നമ്മൾ വന്നപ്പോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ബൈ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടാ. നിസ്സാരം ബൈ.